കുഞ്ഞിനെ SP കൊണ്ടുപോയതായിരിക്കുമോ? അർച്ചന പ്രസവിച്ച കുഞ്ഞിനെ നഷ്ടപ്പെട്ട വിവരം രാജപ്പൻ ശ്യാമളയോട് പറയുന്നു. വരുന്ന വഴിക്ക് അവർ കുഞ്ഞിനെ കൊണ്ടുപോയത്. അച്ചുവച്ചിക്ക് അതിന് കഴിയില്ല. ഒന്നും നമ്മൾ അറിയണ്ടെന്ന് അച്ചുവച്ചി കരുതും. അച്ചുവെച്ച് തിരികെ വരില്ലെന്ന് അമ്പിളി രേവതിയോട് പറയുന്നു. സച്ചിനെ ചോദ്യം ചെയ്തെങ്കിൽ എല്ലാ വിവരവും കിട്ടിയേനെ. അവളുടെ മുന്നിൽ പലവട്ടം കെഞ്ചി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യം പുറത്തു വരാൻ കാർത്യായനിയെ കണ്ടെത്തണമെന്ന് രാജപ്പൻ കൊടുത്തു. അതിന് മരണമല്ലാതെ അവൾക്ക് ശിക്ഷയാ കൊടുക്കേണ്ടത്. അർച്ചന എന്ന അവളുടെ പേര്. നിരഞ്ജനയ്ക്ക് കൊടുത്തത് അർച്ചനയുടെ കുഞ്ഞാണെന്ന സംശയം ഫൈസിയിൽ ഉണരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് കുഞ്ഞിനു വേണ്ടിയുള്ള പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. എന്നിട്ട് അച്ഛൻ്റെ പേര് പറഞ്ഞാൽ രക്ഷപ്പെട്ടത്. നിരഞ്ജനെ അതൊന്നും ബാധിച്ചിട്ടില്ല. കുഞ്ഞുണ്ടെങ്കിൽ അതിനെ പ്രസവിച്ചൊരു സ്ത്രീ ഉണ്ടെന്ന മട്ട അവൾക്ക്. ആരാ ഫൈസിയ കുഞ്ഞിന്റെ അമ്മ? എന്താ അവളുടെ പേര്? ഫൈസി എന്തെങ്കിലും അന്വേഷിച്ചോ? അല്ല, ഫൈസി എന്താ ഒന്നും മിണ്ടാത്തത്? അമ്മയെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല. അറിഞ്ഞ വിവരങ്ങൾ ഞാൻ പറയാം. പ്രസവം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി കുഞ്ഞിനെ ഒരു കൂട്ടർ തട്ടിക്കൊണ്ടുപോയതാ. ഇപ്പോഴും കുഞ്ഞിനു വേണ്ടി ആ അമ്മ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നുണ്ട്. അവളുടെ അവസ്ഥ വളരെ ദയനീയമാണ് സുധി. സത്യത്തിൽ ആ കുഞ്ഞിനെ നിങ്ങൾക്ക് തട്ടിപ്പറിച്ചു തന്നത് ഞാനാ. എനിക്ക് ആ അമ്മയുടെ വേദന മനസ്സിലാവുന്നുണ്ട് ഫൈസി. നിരഞ്ജനയുടെ കയ്യിൽ നിന്ന് അതിനെ തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ എനിക്കോ ഫൈസിക്കോ ഇനി കഴിയില്ല. അത് അറിയുന്നുണ്ടല്ലേ ഞാൻ വരാതിരിക്കുന്നത്. ഫൈസി, എനിക്ക് അമ്മയൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ അതൊന്നും വേണ്ട. പ്രശ്നം തണുക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുഞ്ഞിന്റെ അച്ഛനെപ്പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? അവൾക്കൊപ്പം അയാളും രംഗത്ത് വന്നിട്ടുണ്ടാവില്ലേ? രംഗത്ത് അയാൾ ഇല്ലെങ്കിലും അയാളെല്ലാം അറിയുന്നുണ്ട്. എല്ലാം ഒന്ന് ആറി തിണക്കാൻ ഞാൻ പ്രാർത്ഥിക്കുക. എന്തെങ്കിലും പുതിയ നീക്കൊണ്ട് ഈ ഫൈസി വിളിക്കണം. ശരി. എന്റെ മോനെ ആരുടെ കയ്യിലായിരിക്കും ഇപ്പൊ എന്റെ മോൻ? ഒന്നൂടെ എന്നെ കാണാനുള്ള ഭാഗ്യം ഈ അമ്മയ്ക്കുണ്ടാവോ? മോൻ നിരഞ്ജനമായിട്ട് വേഗം ഇണങ്ങിയല്ലോ. അവനെ അറിയില്ലേ അവന്റെ അമ്മ ഞാനാന്ന്? അല്ലടെ ചക്കരെ. കുഞ്ഞിന്റെ കാര്യത്തിലും സുധിയനെ അത്ഭുതപ്പെടുത്തി. പകയെറിയുന്ന മനസ്സുമായി നിന്ന് എന്റെ കയ്യിലേക്ക് മോനെ വെച്ചു തന്ന ആ നിമിഷം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. ദൈവം നിശ്ചയിച്ച സമയത്താ നമ്മൾ ചെന്ന് കുഞ്ഞിനെ സ്വീകരിച്ചത്. കുറച്ച് വൈകിയിരുന്നെങ്കിൽ പൈസ നമുക്ക് പിന്നെ തരില്ലായിരുന്നു. നമുക്ക് വിധിച്ചത് നമ്മുടെ കയ്യിലേ വരൂ. ആ പിന്നെ നമുക്ക് മോനൊരു പേരിടണ്ടേ സുധി? അത് നമ്മൾ പറഞ്ഞു വെച്ചതല്ലേ, മോനാണെങ്കിൽ നിരഞ്ജനെന്ന്. ദേ, നിരഞ്ജനയുടെ മോന് അതല്ലാതെ ഏത് പേരാ ചേരുന്നേ? നമുക്കിവനെ മൂനു എന്ന് വിളിക്കാം. അതിലെല്ലാം ഇല്ലേ? മോനു കൊള്ളാം. മോനെ കിട്ടിയത് കൊണ്ട് മാത്രം തീർന്നില്ല, ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പ്രസവിച്ചായിട്ട് രേഖ ഉണ്ടാക്കണ്ടേ? വേണം സുധി, അതിനൊന്നും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. എല്ലാം ഈ അമ്മ ചെയ്തോളാം, അല്ലേടാ? ആ അഴകേശനാന്ന് തോന്നുന്നു. ഒരു സെർവന്റിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പോയതാ. നോക്കട്ടെ. ഉള്ളപ്പോ തായി
ദേ കിളവാ, എനിക്കൊരു പേരുണ്ട് മോളിക്കുട്ടി, അങ്ങനെ വിളിച്ചാ മതി. ഇതാണോ ഇവിടുത്തെ സാറ്? എന്താ നിന്റെ പേര്? മോളിക്കുട്ടിന്നാ. എവിടെ സ്ഥലം? മറയൂര. അഴകേശ ശമ്പളമൊക്കെ പറഞ്ഞിരുന്നോ? 10,000 രൂപ എന്റെ സാലറി. ശനിയാഴ്ച വൈകിട്ട് ഞാൻ വീട്ടിൽ പോവും, തിങ്കളാഴ്ച വരും. 10,000 രൂപവാ? പ്രസവം എടുക്കാൻ വരുന്നവർ അതിൽ കൂടുതൽ അസാധാരണ വാങ്ങുന്നേ. എനിക്കിപ്പോ ഇത്രയും മതി. അതെല്ലാം കൊടുക്ക മുടിയാത്. ഇത് മുതലേ ചൊല്ലലേ. പിന്നെ നിങ്ങൾ എന്താ കരുതിയത്? തിന്നാൻ വല്ലതും തന്നാ മതിയെന്നോ? നിങ്ങക്ക് പറ്റില്ലെങ്കിൽ വിട്ടേക്ക്, ഞാനങ്ങ് പോയേക്കാം. നിക്ക്, പറഞ്ഞ ശമ്പളം തരാം. പിന്നെ കുഞ്ഞിന്റെ കാര്യം നീ നോക്കണ്ട. പിന്നെ ആര് നോക്കും? പെറ്റെണീച്ച ചേച്ചിയെ കൊണ്ട് കൊച്ചിന് നോക്കാൻ പറ്റുമോ? അതെ, കൊച്ചിന് പ്രായം എത്ര ഉണ്ട്? 2 ആഴ്ച കഴിഞ്ഞേ ഉള്ളൂ. എന്നിട്ടാണോ ചേച്ചി ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നേ? ചെന്ന് കിടക്ക് ചേച്ചി. ചേച്ചിയും കൊള്ളാം, സാറും കൊള്ളാം. അഴകേശൻ ചെന്ന് ഇവിടെ കിച്ചൺ കാണിച്ചു കൊടുക്കുക. ശരിങ്ങ വാടി. ചായ വേണോ സാറേ? എന്റെ കൈപ്പുണ്യം അറിയണ്ടേ? അഴകേശ വിളിച്ചോണ്ട് പോ. വാടി ഇപ്പടി. ഇതൊരു തലവേദന കേസാവുന്നാ തോന്നുന്നേ. അങ്ങനൊന്നും കരുതണ്ട. ഒരാളുടെ സഹായം ഇല്ലാതെ എങ്ങനെയാ സുധി? കാർത്തിയാനിയെ പോലീസ് പിടിച്ചോ? അവളെപ്പറ്റി ആർക്കൊരു വിവരവുമില്ല. അവളുടെ കൂടെ ഒരുത്തനുണ്ടായിരുന്നല്ലോ. ആ ആംബ്രോസ്, അവന് ഒളിവില്ല. അവനോട് പോലും പറയാതെ അവളെ സ്ഥലം വിട്ടത്. അവരൊക്കെ എവിടെ ഉണ്ടെന്ന് അച്ഛനറിയാം. ഇപ്പൊ അച്ചുവേച്ചി അച്ഛന്റെ പേര് പറയാത്തതാ. ഇനി അച്ചുവേച്ചിക്ക് പറയേണ്ടി വരും. പോലീസ് അച്ഛനെ അന്വേഷിച്ച് വരും. വരട്ടടി, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങാണ് വിധിയെങ്കിൽ അതും ഞാൻ സ്വീകരിച്ചോളാം. എന്നെ ജയിലിൽ കയറ്റാണ് നിന്റെയൊക്കെ ആഗ്രഹമെന്ന് എനിക്കറിയാം. സ്വന്തം തന്തയെ വിശ്വസിക്കാത്ത മക്കള്. എങ്കിൽ അച്ഛനൊരു കാര്യം ചെയ്യും. SP അച്ഛനെ കണ്ട് കാര്യം പറ. ഇനി ഒന്നും ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇവള് പറയുന്ന പോലെ നിങ്ങൾ ചെയ്യും. ഇപ്പോഴും കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന കാര്യം പോലീസിന് അറിയില്ല. അവരീ കേസിന് വലിയ വിലയൊന്നും കൊടുത്തിട്ടില്ല. കുഞ്ഞിന്റെ അച്ഛനെ പറ്റി അച്ചുവേച്ചി ഒന്നും പറയാനും പോകുന്നില്ല. SP വിവരം അറിഞ്ഞ അന്വേഷണത്തിന്റെ രീതി മാറും. അവരുടെ കുഞ്ഞിനെയാ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അയാളെ വേണ്ടതൊക്കെ ചെയ്യും. അതല്ലാതെ കുഞ്ഞിനെ തിരിച്ചു കിട്ടില്ല. ഇനി കുഞ്ഞിനെ കൊണ്ടുപോയത് SP തന്നെയാണെങ്കിലോ? തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ പറയുന്നത് കാർത്തികേയനെ അച്ഛനും ചേർന്നുള്ള നാടകം. നിർത്തലേ അസത്തെ, എന്തറിഞ്ഞിട്ടാണ് നീ എന്നെ കുറ്റപ്പെടുത്തുന്നേ? ഞാൻ അച്ഛനോട് നേരത്തെ പറഞ്ഞതല്ലേ SP ചെന്നൊന്ന് കാണാൻ. അപ്പൊ അച്ഛൻ ഓരോന്ന് പറഞ്ഞൊഴിഞ്ഞു. ഇതും പറഞ്ഞ് അങ്ങോട്ട് നിന്ന് ജീവനോട് തിരിച്ചു വരാൻ പറ്റില്ല എനിക്ക്. അർച്ചനെ പറ്റി പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുക അയാൾ. അയാളുടെ മകന്റെ കുഞ്ഞു നഷ്ടപ്പെടുന്നത് കേട്ടാ അയാൾ എന്നെ മാത്രമല്ല നിങ്ങൾ എല്ലാത്തിനെയും കൊല്ലും. ഒന്നിനെയും ബാക്കി വച്ചേക്കില്ല. ഇനി നിങ്ങൾ പറ, ഞാൻ ചെന്ന് പറയണോ അയാളോട്? അയാളോട് പറഞ്ഞാലും ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും അവളുടെ കുഞ്ഞിനെ ഒന്ന് കണ്ടെത്തിയാൽ മതിയായിരുന്നു. ഇടി, ആ കുഞ്ഞിനെ കണ്ടെത്തിയാൽ തന്നെ അവൾക്കതിന് തിരിച്ചു കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? വല്ല ഭിക്ഷക്കാരുടെയും കയ്യിലാ കിട്ടിയതെങ്കിൽ അതിന്റെ വിധി മറ്റൊന്നാവും. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവരുടെ ഉദ്ദേശം എന്താണെന്നറിയില്ലേ? എന്റെ ഈശ്വര, അങ്ങനെ ഒരു വിധി ആ കുഞ്ഞിനുണ്ടാവരുത്. 10 മാസം ചുമന്ന് അവള് നൊന്തു പെറ്റത് അതിനെ വളർത്താനാ. അയാൾ നമ്മളെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ ചെന്ന മനുഷ്യനെ ഒന്ന് കാണാൻ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അവൾക്ക് ആ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. ഭിക്ഷക്കാരുടെ കയ്യിലേക്ക് ആ കുഞ്ഞു പോയില്ലെന്ന് നമുക്ക് ആശ്വസിക്കാമല്ലോ. എന്റെ ഈശ്വര,
ഈശോയെ, ചേച്ചി എന്നതേ കാട്ടുന്നേ? ഇത് നല്ല പണി തന്നെ. എന്താ? എന്നതാന്നോ? പ്രസവം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? 2 ആഴ്ച കഴിഞ്ഞു. ചേച്ചിക്കോ അറിയില്ല, സാറിനെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഇപ്പോഴേ കൊച്ചിനെ എടുത്തിങ്ങനെ നടന്നൂടെ ചേച്ചി? കൊച്ചിനെ ഇങ്ങിതാ വാട കുട്ട. ചേച്ചി മുറിയിലോട്ട് ചെന്നാട്ടെ. ഈ സമയത്ത് വേണ്ടത് വിശ്രമമാ, ശരീരം അനങ്ങിക്കൂടാ. നീ എന്നെ പഠിപ്പിക്കണ്ട. അറിയാത്ത കാര്യം പഠിപ്പിക്കാതിരുന്ന പിന്നെ എങ്ങനാ? അല്ലട കുട്ട, മോനാണല്ലേ. മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അച്ഛന്റെ അതേ ഛായ തന്നെ മോനും. അച്ഛന്റെ കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ പറിച്ചു വെച്ചേക്കുമല്ലേ. ചേച്ചിയുടെ ഒരു ഛായയില്ല. അത് ഞാനങ്ങ് സഹിച്ചു. മോൻ അച്ഛനെ പോലെ സുന്ദരനായിരിക്കുന്ന നല്ലത്. ചേച്ചിയുടെ ഛായ വരാത്തത് നന്നായി. നീ വന്നത് ഇവിടെ ജോലി ചെയ്യാനോ അതോ വീട്ടുകാരുടെ സൗന്ദര്യം നോക്കാനോ? എന്നതാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? കൊച്ചിനെ കണ്ടപ്പോ അതിന്റെ അച്ഛനെ പോലെ ഇരിക്കുന്നെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. കുഞ്ഞച്ഛനെ പോലെ ഇരിക്കും, അതെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. നീയേ കുഞ്ഞിനെ ഇങ്ങിതാ, എന്നിട്ട് പോയി തുണികളൊക്കെ വാഷ് ചെയ്യും. ഞാൻ ഒരിടത്ത് ഇങ്ങനൊന്നും കണ്ടിട്ടില്ല. എന്റേത് നോർമൽ ഡെലിവറിയാ. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുവിടാന്നൊക്കെ എനിക്കറിയാം. മോളിക്കുട്ടി ആവശ്യമില്ലാത്ത സ്ഥലത്ത് തലയിടരുത്. ഇതിനെ സഹിക്കുന്ന കാര്യം വലിയ പാടായിരിക്കും. ആണുങ്ങളെ കാണുമ്പം അല്ലെങ്കിൽ അവൾക്കൊരു ഇളക്കമുണ്ട്. എനിക്കത് തോന്നി. കുറെ നാളത്തേക്ക് ഇതങ്ങ് സഹിക്കാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. സർ. ആ, അയ്യപ്പദാസ് എത്തിയിട്ട് കുറെ സമയമായോ? 10 മിനിറ്റ് ആവും സർ. എന്താ സർ തെന്മലയിലേക്ക് വരാൻ? ആദ്യമേ പറയട്ടെ, ഇവിടുത്തെ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട അന്വേഷണമല്ല, തികച്ചും അൺഒഫീഷ്യൽ. സർ. അതുകൊണ്ട് തന്നെ ഞാൻ വന്നുപോയ വിവരം അയ്യപ്പദാസ് സ്റ്റേഷനിൽ ആരോടും പറയരുത്. ഇല്ല സർ. എവിടെ പോണമെന്ന് സാർ പറഞ്ഞാൽ മതി. എനിക്കിവിടെ കാണേണ്ടത് ഒരു കാർത്തിയായനെയാണ്, കള്ള് കാർത്തിയായനെ. അറിയാം സർ. അവരെക്കുറിച്ച് അന്വേഷിക്കാൻ തിരുവനന്തപുരത്തു നിന്നൊരു ടീം വന്നിരുന്നു. ഒരു കുഞ്ഞിന്റെ മിസ്സിംഗ് കേസാ. അവരൊളിവിലാന്ന് അറിയുന്നത്. എന്തായാലും നമുക്കൊന്ന് തപ്പാം, എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. സർ. പിന്നെ ഒരു റോസി. തെന്മല റോസിയല്ലേ? അവളും ഒളിവില്ല. സാറെന്താ ഇതിന്റെ പിന്നാലെ? കാര്യമുണ്ട്. നമുക്കാദ്യം കള്ളു കാർത്തിയാനോട് വീട്ടിലേക്ക് പോകാം. അയ്യപ്പദാസ് കയറ്, സർ. നമുക്ക് പോകാം. ഇത് തുറക്കാനും പറ്റുന്നില്ലല്ലോ, നാശം. എന്നെ പറ്റിച്ചവള് കടന്നു കളഞ്ഞു. അവൾ എനിക്കും പണി വന്നിട്ടാ പോയേ. ആ, അങ്ങനെ അങ്ങ് പോയാലോ? ആരാ? എന്താ? ആ, അതറിയാനാ ഞാൻ വന്നത്. നീ ആരാടാ? എന്താടാ നിന്റെ പേര്? സാറേ, എന്റെ ഒന്നും ചെയ്യില്ല സാറേ. ഞങ്ങൾ ആരാന്ന് ഇപ്പൊ മനസ്സിലായടാ? സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം ചെയ്തത് കാർത്തിയാനിയാ. പോലീസിന് വെട്ടിച്ച് അവള് കടന്നു കളഞ്ഞതാ. എന്താടാ നിന്റെ പേര്? വിനോദ് എന്നാ. കാർത്തിയാനിയുമായിട്ടുള്ള നിന്റെ കണക്ഷൻ എന്താ? എന്നെ ഓട്ടത്തിന് വിളിക്കും. അപ്പോ നീയാണല്ലേ ആംബ്രോസ്? അവളുടെ കൂടെ നിന്ന് വേണ്ട ഒത്താശയൊക്കെ ചെയ്തു കൊടുത്തത് നീയല്ലടാ? സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല സാറേ. പോലീസിനോട് കള്ളം പറയുന്നോടാ? എന്നെ തല്ലല്ലേ സാറേ, ഞാൻ പറയാം. അവരെന്നെ ഓട്ടത്തിന് വിളിച്ചതാ. എന്നിട്ട് നീ അത് പോലീസിനോട് പറയാത്ത എന്താടാ? പേടിച്ചിട്ടാ സാറേ. കാർത്തിയായനിയുടെ കൂടെ വേറൊരു പെണ്ണ് ഈ വീട്ടിലുണ്ടായിരുന്നോ? കുറച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു വീട്ടിലേക്ക് മാറ്റി. അതെന്താടാ? അവളെ അന്വേഷിച്ച്
തിരുവനന്തപുരത്തും ചിലരൊക്കെ വന്നു. അവളുടെ പേരെന്താടാ? അർച്ചന. അവള് ഏത് നാട്ടുകാരിയാ? തിരുവനന്തപുരത്തുനിന്ന് റോസ്മലെ താമസിക്കാൻ വന്നവരാ. അവളുടെ ബന്ധുക്കളെ നിനക്കറിയാമോ? അറിയാം. ലോറി ഡ്രൈവർ രായപ്പന്റെ ചേട്ടത്തിയുടെ മോളാ അവള്. അവൾക്ക് അച്ഛനും അമ്മയില്ല. അയ്യപ്പദാസ്, അകത്ത് കയറി നോക്ക്. ചിലപ്പോൾ അവൾ അകത്ത് കാണും. സർ. തിരുവനന്തപുരത്ത് നിന്ന് അവളെ ആരാ അന്വേഷിച്ച് വന്നത്? അത് സാറേ, പറടാ. എസ് പിയും ഒരു വക്കീലും കുറെ പേരും. അവരെന്തിനാടാ അവളെ അന്വേഷിച്ച് വന്നത്? എസ് പിയുടെ മോന്റെ കൊച്ച അർച്ചനയുടെ വയറ്റിലുണ്ടായിരുന്നത്. അവർക്ക് അവളെ വേണമെന്ന് പറഞ്ഞു. കാർത്തിയാനി എന്തിനാടാ അവളെ മാറ്റിയത്? അവളെ ചെവളരാഘവൻ എന്നൊരാൾക്ക് കൊടുക്കാനാ. കുഞ്ഞിനെ വിൽക്കാനും കാർത്തിയാനി പ്ലാനിട്ടു. അർച്ചന ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടത്? രാത്രി കാർത്തിയാനിയുടെ തലക്കടിച്ച് വീഴ്ത്തിയിട്ടാ അവള് കടന്നു കളഞ്ഞത്. പിറ്റേന്ന് അവളെ കൊണ്ടുപോകാൻ ചെവള വരാനിരുന്നതാ. അവനെ കൂടി ഭയന്നാ കാർത്തിയാനി സ്ഥലം വിട്ടത്. കാർത്തിയാനി എവിടെയുണ്ടെന്ന് നിനക്കറിയില്ലടാ? സത്യമായിട്ടും എനിക്ക് വേറൊന്നും അറിയില്ല സാർ. അപ്പോ അത് അവള് തന്നെയാ, അർച്ചന. എന്താ ഒരു ആലോചന? സ്നേഹ വിളിച്ചിരുന്നു. ഇവിടെ എത്തിയ തിരക്കിനിടയിൽ ഞാനത് വിട്ടുപോയി. എന്താ സുധി? നമ്മളിവിടേക്ക് വരുമ്പോഴേക്ക് ഫൈസി വിളിച്ച് നിരഞ്ജന മറന്നോ? ഫൈസിയെ വിളിക്കാൻ എനിക്ക് ധൈര്യം തോന്നിയില്ല. കുഞ്ഞിന്റെ അമ്മ പരാതിയുമായിട്ട് സ്റ്റേഷനിൽ വന്ന നിലയ്ക്ക് ഇനി ഫൈസി എന്ത് തീരുമാനം എടുക്കുമെന്നും അറിയില്ല. ഫൈസി എന്ത് തീരുമാനം എടുക്കാനാ? നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല ഫൈസി അത് ചെയ്തത്. ഇനി ആവശ്യപ്പെട്ട് വന്നാൽ തന്നെ നമ്മൾ വിട്ടുകൊടുക്കില്ലെന്ന് ഫൈസിക്ക് നന്നായിട്ട് അറിയാം. വന്നിരിക്കുന്നത് കുഞ്ഞിന്റെ യഥാർത്ഥ അവകാശിയല്ലേ? എവിടായിരുന്നു ഇത്രയും കാലം ആ അവകാശി? സംഭവിച്ച കാര്യങ്ങൾ ഫൈസി സുധിയോട് വ്യക്തമായി പറഞ്ഞതല്ലേ? പണം വാങ്ങി കുഞ്ഞിനെ വിറ്റൊരമ്മ ഇപ്പൊ പരാതിയുമായി വരാനുള്ള കാരണം നമുക്ക് ഊഹിച്ചൂടെ? അവർക്ക് പണം കൊടുത്തവർ മിണ്ടാതിരിക്കില്ല. പോലീസ് പിടിച്ചെടുത്ത കുഞ്ഞ് തന്റേതാണെന്ന് സ്ഥാപിക്കാനും കുഞ്ഞിനെ തിരിച്ചു വാങ്ങാനും അമ്മയ്ക്ക് പരാതി കൊടുത്തല്ലേ പറ്റൂ. ഒരു പരാതിയിൽ കവിഞ്ഞ് മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഫൈസിക്കും അതറിയാം. പോലീസ് അന്വേഷണമൊക്കെ നടത്തും, അത് സ്വാഭാവികം മാത്രമാണ്. നമ്മൾ ഈ വിവരം ഫൈസിയോട് വിളിച്ച് അന്വേഷിക്കാൻ പാടില്ല. കാരണം അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മൾ ഭയപ്പെട്ടാ കഴിയുന്നെന്ന് ഫൈസിക്ക് തോന്നാനും പാടില്ല. സമ്മർദ്ദം ഉണ്ടായ ഫൈസി ദുർബലനാവുമെന്ന് ശ്രുതിക്കറിയാലോ. അത് തന്നെ ഞാനും പേടിക്കുന്നത്. നിയമം വിട്ട് ഫൈസി ഒന്നിനും തയ്യാറാവില്ല. പിടിക്കപ്പെട്ട ഗുണ്ട പറഞ്ഞ അറിവേ ഫൈസിക്കുള്ളൂ. അത് വെച്ചാണ് 3-4 ദിവസം അയാൾ കാത്തിരുന്നത്. രക്ഷപ്പെടാൻ ഗുണ്ടകൾ എന്ത് കളവും പറയും. വില കൊടുത്ത് വാങ്ങിയതെന്നേ അവർക്ക് പറയാൻ കഴിയൂ. സത്യം എന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ല. ആ സ്ത്രീ ആരാണെന്നും അറിയില്ല. അവരുടെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ല. 3-4 ദിവസം കഴിഞ്ഞാണ് അവർക്ക് രംഗത്ത് വരാൻ കഴിഞ്ഞതെങ്കിലോ. നമ്മൾ കടന്ന് ചിന്തിക്കരുത്. അത് മറന്നേ തീരൂ. നമ്മുടെ മുന്നിൽ ഇപ്പൊ വേറെ ആരുമില്ല, നമ്മൾ 3 പേരല്ലാതെ. ഓ, നിനക്ക് ഈ ശീലം ഉണ്ടല്ലേ? ഇപ്പൊ ചായ വേണ്ടേ? ഞാൻ ചോദിച്ചത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന ശീലം നിനക്കുണ്ടോന്നാ. ഞാൻ അത്രക്കാരിയല്ല. പിന്നെന്തിനാ നീ ഇവിടെ ഒന്ന് നിന്ന്? ഒരു വീടായ അവിടെ ഉള്ളവർ പല കാര്യങ്ങളും സംസാരിക്കും. വീട്ടുജോലിക്കാരി അവിടെ വന്ന് നിൽക്കരുത്. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു വീട്ടിൽ ജോലി ചെയ്യാൻ പ്രയാസാ. നിങ്ങൾ സംസാരിക്കുന്നെന്ന് കരുതി കിച്ചണിൽ പതുങ്ങി കഴിയാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ദാ സാർ ചായ. ഞാൻ ചായ ചോദിച്ചോ? ചോദിക്കുന്നത് മാത്രം തന്നാ മതി. വേണ്ടെങ്കി വേണ്ട. നിങ്ങളുടെ മട്ടും ഭാവം കണ്ടാ തോന്നും ഒളിച്ചു വന്ന് താമസിക്കുമെന്ന്. അല്ലെങ്കിൽ പിന്നെ മനുഷ്യരെ കണ്ട കടിച്ചു കയറാൻ വരുന്നത് എന്തിനാ? അവൾക്കെന്തെങ്കിലും മനസ്സിലായി കാണൂ സുധി. ഇനി എന്തായാലും ഇവിടെ വെച്ചൊരു സംസാരം വേണ്ട. എന്തോ കള്ളക്കളിയുണ്ട്.
മോളിക്കുട്ടി അത് കണ്ടുപിടിക്കും. നിങ്ങളല്ലേ ലോറി ഡ്രൈവർ രാജപ്പൻ? അതെ, ആരാ? ഞാനൊരു പോലീസുകാരനാ. ചില വിവരങ്ങൾ അന്വേഷിക്കാൻ വന്നതാ. അർച്ചനേച്ചിയുടെ കുഞ്ഞിനെ കിട്ടിയോ സാറേ? ഇല്ല. പോലീസ് ഇവിടെ വന്നിരുന്നല്ലേ? ഇല്ല സാറേ, കാർത്തികനെ അന്വേഷിച്ച് വന്നതായി കേട്ടു. എന്നിട്ട് നിങ്ങളെന്താ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാത്തത്? അർച്ചന നിങ്ങളുടെ ആരാ? ഭാര്യയുടെ ചേച്ചിയുടെ മോളാ. ശരിക്കും നിങ്ങളുടെ സ്ഥലം ഏതാ? ഒന്നും മറക്കാതെ പറയണം. ഞങ്ങള് തിരുവനന്തപുരംകാരാ. പിന്നെന്തിനാ ഇങ്ങനെ ഒരു കുടിയേറ്റ ഗ്രാമത്തിൽ വന്ന് താമസിക്കുന്നത്? അവിടെ ഒരു വാടക വീട്ടിലാണ് കിടന്നത്. കുറച്ച് ഭൂമിയും സ്ഥലവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ കഴിഞ്ഞത് ഇവിടെയാ സാറേ. അതൊരു കാരണമാണെങ്കിൽ അർച്ചനയെ പറ്റിയും പറയേണ്ടി വരും. എന്റെ അറിവിൽ അർച്ചന വിവാഹിതയല്ല. ഞാൻ പറയാം സാറേ, ജീവനെ ഭയന്നിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അവൾക്ക് അവിടെ ഒരു പയ്യനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അവന്റെ ആളുകളുടെ ഭീഷണി ഭയന്ന ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അർച്ചനയുടെ കുഞ്ഞിന്റെ അച്ഛനാരാ?